അപ്പോൾ നമ്മൾ ധാരാളം പേര് നമ്മുടെ കയ്യിലുള്ള സ്ട്രാറ്റജി പ്രോഫിറ്റബിൾ ആണെന്നുള്ള രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ല, അതേപോലെ ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ല. അപ്പോൾ നമ്മൾ ഈ ബാക്ക് ടെസ്റ്റ് ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വർക്കിംഗ് ആണോ ഇല്ലയെന്ന് നമുക്ക് ആദ്യം അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് എടുത്തു പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൊരു സ്ട്രാറ്റജി ഉണ്ട്, അത് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ് ലോങ് ടൈമിൽ, അതേപോലെ ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ കയ്യിലൊരു സെറ്റപ്പ് ഉണ്ടായിരിക്കണം, ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു EMA ക്രോസ് ഓവർ, അല്ലെങ്കിൽ RSI ഓവർ സോൾഡ് ഓവർ ബോട്ട് റീജിയൻ, അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന ടൈമിലുള്ള എൻട്രീസ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് നോക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി പ്രോഫിറ്റബിൾ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു സ്ട്രാറ്റജീനെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ജേണൽ ആയിട്ട് എക്സൽ ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള ഒരു 100 ട്രേഡ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഒരു എക്സൽ ഷീറ്റിലൂടെ റെക്കോർഡ് ചെയ്തിട്ട് അത് പ്രോഫിറ്റബിൾ ആണോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. നമ്മുടെ സ്ട്രാറ്റജി വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ബാക്ക് ടെസ്റ്റിങ്ങിൽ, അതേപോലെ നമ്മുടെ ഫോർവേഡ് ടെസ്റ്റിങ്ങിലെല്ലാം വർക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻറ്റോടുകൂടി ട്രേഡ് എടുത്ത് പോകാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്ക് ടെസ്റ്റിങ്ങും ഫോർവേഡ് ടെസ്റ്റിംഗ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു സെറ്റപ്പ് ആദ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ നിലവിൽ എടുത്തേക്കുന്ന സെറ്റപ്പ് നമ്മുടെ തന്നെ ഒരു സ്ട്രാറ്റജിയാണ്, നമ്മൾ നിലവിൽ ഡെവലപ്പ് ചെയ്തെടുത്ത സ്ട്രാറ്റജിയാണ്. സ്മാർട്ട് ട്രേഡർ എന്നാണ് ആ സ്ട്രാറ്റജിയുടെ പേര്. അതിനെ നമ്മളൊരു ഇൻഡിക്കേറ്ററായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നമുക്ക് നിലവിൽ ലോങ് അല്ലെങ്കിൽ ഷോർട്ട് സിഗ്നലാണ് തരുന്നത്. അപ്പോൾ ഈ ലോങ് ട്രേഡ് കാണിക്കുന്ന ടൈമിൽ നമ്മൾ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യും, അതേപോലെ ഷോർട്ട് സിഗ്നൽ കാണിക്കുന്ന ടൈമിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം വർക്കിംഗ് ആണ്, വിൻ റേറ്റ് തരുന്നുണ്ടോ, അതേപോലെ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് നമ്മൾ അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഗോൾഡിൻ്റെ പെയറാണ്. ഫോറക്സിന് നമ്മൾ ട്രേഡ് ചെയ്യാൻ നോക്കുന്നത്. ഇത് നമുക്ക് എല്ലാ മാർക്കറ്റിലും അപ്ലൈ ചെയ്ത് നോക്കാം. ഏത് മാർക്കറ്റിലായാലും നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്ട്രാറ്റജി വർക്കിംഗ് ആണോ ഇല്ലയെന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മൾ റിയൽ മണി ഇട്ടിട്ട് ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് മാനുവലി ഒന്ന് ചെയ്തിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു മാനുവലി ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് ഗോൾഡിൻ്റെ പെയറാണ്. അത് നമ്മൾ സ്കാൽപ്പിംഗ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഡെയിലി ട്രേഡിങ് ചെയ്യാനുള്ള പ്ലാൻ എന്ന് പറയുന്നത് 3 ട്രേഡാണ് നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം നമ്മൾ 3 ട്രേഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതാണ് നമ്മുടെ പ്ലാനിലുള്ളത്. നമുക്കൊരു ടൈമിംഗ് ഉണ്ട്, ആ ടൈമിൽ മാത്രമായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നത്. നമ്മൾ ട്രേഡ് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഏകദേശം 12:30-ക്കും 9:30-ക്കും ഇന്ത്യൻ ടൈമിനകത്ത് വരുന്ന. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിനകത്ത് വരുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും നമ്മൾ ട്രേഡിന് വേണ്ടിയിട്ട് നോക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ നിലവിൽ 1 മിനിറ്റിൻ്റെ സ്കാൽപ്പിംഗ് ട്രേഡാണ് നോക്കുന്നത്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ട്രേഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് 1:2 ടാർജറ്റാണ്. ഒരു ട്രേഡിൽ നിന്നും നമ്മൾ 1:2 ടാർജറ്റ് എത്തുന്ന ടൈമിൽ നമ്മൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ട്രേഡ് നമുക്ക് പ്രോഫിറ്റും ഉണ്ടാക്കാം, ചിലപ്പോൾ ലോസും ഉണ്ടാക്കാം. അത് എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നമ്മുടെ സെറ്റപ്പ് അനുസരിച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. അതേപോലെ നമ്മൾ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ഒരു ട്രേഡിൽ നിന്നും ഫസ്റ്റ് നമ്മൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്തു, ആ ട്രേഡ് TP1 ടാർജറ്റ് റീച്ച് ചെയ്തു. TP1 റീച്ച് ചെയ്ത ടൈമിൽ നമുക്ക് അതപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങളുടെ സ്ട്രാറ്റജി എവിടെയാണ് TP1 വരേണ്ടതെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മുടെ TP1 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അത് ATRൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ലെവലാണിത്. ഈ ഒരു ഏരിയയിൽ എത്തുന്ന ടൈമിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ എത്തുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് ഈവനിലോട്ട് മാറ്റും. ശേഷം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ട്രേഡ് എടുത്തെന്ന് വിചാരിക്കാം. നമ്മുടെ ഈ ഒരു ലെവലെത്തുന്ന ടൈമിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് ഈവനിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഈവൻ ചെയ്യും. അപ്പം നമുക്ക് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ടാർജറ്റാണ്. ഇതാണ് സെക്കൻഡ് TP. 1:2 റിസ്ക് റിവാർഡാണ് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ലെവലെത്തുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ ഫുൾ പൊസിഷൻ ഇവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇൻ കേസ് നമുക്ക് ഈ ഒരു ടാർജറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇങ്ങോട്ട് വന്നു ഹിറ്റ് ചെയ്തു, ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഹിറ്റ് ചെയ്തു. ശേഷം ട്രേഡ്
തിരിച്ചു വരികയാണ് ചെയ്തത്. എന്നിട്ട് നമ്മുടെ എൻട്രിയിൽ വന്നപ്പോൾ ഈ ട്രേഡ് ഇവിടെ ബ്രേക്ക് ഈവനിൽ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ട്രേഡ് ക്ലോസ് ആകും. അപ്പോൾ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡുകളെല്ലാം നമ്മൾ ബ്രേക്ക് ഈവൻ ട്രേഡായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ട്രേഡായിരിക്കും. TP2 ഹിറ്റ് ചെയ്യുന്ന ട്രേഡായിരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ട്രേഡായിരിക്കും നമ്മൾ കണക്ക് കൂട്ടുന്നത് ട്രേഡായിട്ട്. ബാക്കിയെല്ലാം നമുക്ക് ട്രേഡായിട്ട് കൂട്ടാൻ പറ്റില്ല, കാരണം അവിടെ 0 എമൗണ്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ഒരു ട്രേഡ് എടുത്ത് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കണം, ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. ആ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഈ രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു സ്ട്രാറ്റജി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ട്രെൻഡിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ സ്ട്രാറ്റജിനെ പറ്റിയുള്ള ഫുൾ വീഡിയോസ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ സ്ട്രാറ്റജിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രേഡ് എത്രത്തോളം വിൻ റേറ്റ് തരുന്നുണ്ട്, എത്രത്തോളം പ്രോഫിറ്റ് ഫാക്ടർ തരുന്നുണ്ട്, അതേപോലെ നമ്മൾ ഈ ഒരു ട്രേഡിൽ മണി ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ ലോങ് ടൈമിൽ പ്രോഫിറ്റബിൾ ആവോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള 100 ട്രേഡുകളായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. 100 ട്രേഡിൻ്റെ എണ്ണം എടുത്തിട്ട് നമ്മൾ അതിൽ നോക്കും പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്കൊരു റൂൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു ദിവസം എത്ര ട്രേഡായിരിക്കും എടുക്കുന്നത് എന്നുള്ളൊരു റൂൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ റൂൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ സെറ്റപ്പുകളും എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ സക്സസ് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഒരു ദിവസം നമ്മളിപ്പോൾ 1 മിനിറ്റൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു 10 മേളിൽ സെറ്റപ്പുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 1 മിനിറ്റ് ഒരു എക്സാമ്പിളാണ്, നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ 1 മിനിറ്റ് എടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് 50 മിനിറ്റോ 5 മിനിറ്റോ അല്ലെങ്കിൽ 1 അവറൊക്കെ ചൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ട്രേഡിംഗ് സ്റ്റൈൽ അനുസരിച്ച് മാറാം. ഇപ്പോൾ നമ്മൾ നിലവിൽ ഇവിടെ എടുത്തിരിക്കുന്നത് 1 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് ഈ 1 മിനിറ്റൊക്കെ വരുന്നതാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒരു 10 അല്ലെങ്കിൽ അതിന് മേളിലും സെറ്റപ്പുകൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഒരു ദിവസം 3 ട്രേഡായിരിക്കും എടുക്കുന്നത്, 3 ട്രേഡേ എടുക്കുന്നുള്ളൂ. അതായിരിക്കും നമ്മുടെ റൂള്. അതേപോലെ നമ്മൾ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 1% ആയിരിക്കും. 1% ആണ് ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1% റിസ്ക് ചെയ്തതുകൊണ്ട് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് 2% ആണ്. ഓക്കെ, കാരണം നമ്മൾ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2 ആണ്. അപ്പോൾ നമുക്ക് 1% റിസ്ക് ചെയ്തുകൊണ്ട് 1:2 റിസ്ക് റിവാർഡ് കൊണ്ട് 2% ആയിരിക്കും നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ ഒരു $5,000 അക്കൗണ്ട് ആണെങ്കിൽ $5,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ 1% എന്ന് പറയുന്നത് $50 ആയിരിക്കും. $50 ആണെന്ന് വെച്ചോ, $50 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ $100 ആയിരിക്കും മേക്ക് ചെയ്യാൻ പോകുന്നത്. $50 ആണ് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രേഡ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ റിസ്ക് റിവാർഡ് 1:2 ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മേക്ക് ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പറയേണ്ടത് നമ്മുടെ കയ്യിലൊരു സെഷൻ ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ടൈമാണെങ്കിൽ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന ടൈം, നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ടൈം ആയിരിക്കണം നമ്മൾ ട്രേഡിങ്ങിന് ഈ ബാക്ക് ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ കേസിൽ നോക്കുന്നത് 12:30 മുതൽ 9:30 വരെ ഈ ഒരു ടൈം ഫ്രെയിമാണ് നോക്കുന്നത്. ഈ ഒരു ടൈമിനകത്ത്, ഈ ഒരു സെഷൻ ടൈമിനകത്ത് വരുന്ന സെറ്റപ്പ് ആയിരിക്കും ഞാൻ നോക്കുന്നത്. ഇതിനകത്ത് ആണെങ്കിൽ 3 ട്രേഡുകളെ മാത്രമേ നോക്കുന്നുള്ളൂ. 3 ട്രേഡ് ആയിരിക്കും നോക്കുന്നത്. 3 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ ട്രേഡ് ആ ദിവസത്തെ ട്രേഡ് പിന്നെ എടുക്കുന്നില്ല. അതാണ് എൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തഡ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ബാക്ക് ടെസ്റ്റിംഗ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടൈം ഫ്രെയിം നോക്കാനായിട്ട് നമ്മളിപ്പോൾ ഏത് മാർക്കറ്റ് ആയാലും നല്ല വോളറ്റൈൽ, ഇപ്പോൾ ഫോറക്സ് മാർക്കറ്റ് ആണെങ്കിൽ വോളറ്റൈലിറ്റി ഉള്ള ഒരു മാർക്കറ്റാണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം 12:30 മുതൽ 9:30 വരെയൊക്കെ ഏകദേശം നല്ലൊരു വോളറ്റൈലിറ്റി ഉള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമാണ് ഞാനും നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഞാനിപ്പോൾ 3 ട്രേഡാണ് ഉദ്ദേശിക്കുന്നത്. ഈ 3 ട്രേഡ് തമ്മിൽ നല്ലൊരു ഗ്യാപ്പും കൂടെ കൊടുക്കാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഏത് ടൈമാണ് നല്ല വോളറ്റിലിറ്റി ഉള്ളതൊക്കെ ചെക്ക് ചെയ്യാനായിട്ടൊരു ടൂളുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ ടൂള്. ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് എന്ന് പറയുന്ന ബേബി ബീപ്സിൻ്റെ ഒരു ടൂളാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ടൈം സോൺ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇന്ത്യൻ ആണെങ്കിൽ കൊൽക്കത്ത, അത് ചൂസ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് വോളറ്റിലിറ്റി ഉള്ള മാർക്കറ്റ് ഏതാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ന് വീക്കെൻഡാണ്, അതുകൊണ്ട് മാർക്കറ്റ് ഓഫാണ്.
എന്നാലും നമുക്കിവിടെ വോളറ്റിലിറ്റി ഉള്ള ഏത് മാർക്കറ്റാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ലണ്ടൻ സെഷൻ നോക്കുകയാണെങ്കിൽ ഹൈ വോളറ്റിലിറ്റി ഉള്ള മാർക്കറ്റാണ്. അതേപോലെ ഏഷ്യൻ നോക്കുകയാണെങ്കിൽ ലോ വോളറ്റിലിറ്റിയാണ്. ഇതെല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റും. ഓക്കെ, ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ടൈം ഫ്രെയിം ഫിക്സ് ചെയ്യാം. ഏത് ടൈം ഫ്രെയിമിലായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഈ ഒരു വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഏത് മാർക്കറ്റിലായാലും നമ്മൾ ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിലും ഒരു 9:30 to 3:30 അകത്ത് വരുന്ന ഒരു ടൈം ഫ്രെയിം ചൂസ് ചെയ്തതിന് ശേഷം നല്ല മാർക്കറ്റ് വോളറ്റിലിറ്റി ഉള്ള ഒരു ടൈം ഫ്രെയിം ആയിരിക്കണം നമ്മൾ അതിൽ നോക്കേണ്ടത്. അതും ഒരു ഫിക്സഡ് ട്രേഡ് റൂൾ ആയിരിക്കണം. ഒരു മാക്സിമം നമ്മളൊരു 3 ട്രേഡോ അല്ലെങ്കിൽ അതിന് മുകളിൽ എടുക്കുന്നത് നോക്കണ്ട. മാക്സിമം നമ്മളൊരു 3 ട്രേഡൊക്കെ സെറ്റപ്പ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതിപ്പോൾ ഓരോരുത്തരുടെ ട്രേഡിങ് സ്റ്റൈൽ അനുസരിച്ച് മാറ്റാം. അതേപോലെ നമ്മുടെ കയ്യിൽ ഒരു ഫിക്സഡ് റിസ്ക് പെർസെൻറ്റേജ് റൂൾ ഉണ്ടായിരിക്കണം. ഒരു ട്രേഡിൽ നിന്ന് നമ്മൾ ഇത്ര പെർസെൻറ്റേജാണ് നമ്മൾ റിസ്ക് ചെയ്യുന്നത് എന്നുള്ളൊരു റൂൾ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 1% അല്ലെങ്കിൽ 2% ആയിരിക്കും ആവറേജ് പറയുന്നത്. അതിന് മുകളിൽ നമ്മൾ റിസ്ക് ചെയ്യുന്നത് കറക്റ്റ് അല്ല, ഒരു നമ്മുടെ സ്റ്റാൻഡേർഡ് റിസ്ക് മാനേജ്മെൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂൾ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പം അതേപോലെ നമ്മൾ കറക്റ്റ് പൊസിഷൻ സൈസിങ് ചെയ്തിട്ടുണ്ടാവണം ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യുന്ന ടൈമിൽ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വാല്യൂ നോക്കുന്ന ടൈമിൽ ഈ ഒരു ലെവലും അതേപോലെ ഈ ഒരു ലെവലും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു എന്ന് പറയുന്നത് 27 പിപ്പാണ് വരുന്നത്. ഈ ഒരു വോളറ്റിലിറ്റി ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ 380 പിപ്പ് വരുന്നുണ്ട്, 38 പിപ്പ് വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ലെവൽ. അപ്പോൾ ഇത് തമ്മിലുള്ള റിസ്ക് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ 2 ലെവലിലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും ഒരേ എമൗണ്ട് ആയിരിക്കണം നമുക്ക് റിസ്ക് പോവേണ്ടത്. എക്സാമ്പിൾ നമ്മൾ 1% ആണ് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ട്രേഡിലും ഇനി ഈ 2 ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും നമ്മുടെ കയ്യിൽ നിന്ന് പോവേണ്ടത് ഓരോ ട്രേഡിലും 1% ആയിരിക്കണം. അപ്പോൾ ഈ ഒരു പിപ്പ് വാല്യൂ വെച്ചിട്ട് കുറവും അതേപോലെ ഈ ഒരു പിപ്പ് വാല്യൂ വെച്ചിട്ട് കൂടുതലും റിസ്ക് പോകുന്നത് കറക്റ്റായിട്ടുള്ളൊരു ട്രേഡിംഗ് മെത്തേഡ് അല്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിനാണ് കറക്റ്റ് പൊസിഷൻ സൈസിങ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ട്രേഡുകൾ ഓരോന്ന് എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സൽ ഷീറ്റിനകത്തായിരിക്കും എൻ്റർ ചെയ്ത് പോകുന്നത്. ഈ ഷീറ്റിൽ നമ്മൾ നമ്മുടെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു 100 ട്രേഡാണ് നോക്കുന്നത്. 100 ട്രേഡിൻ്റെ എണ്ണമായിരിക്കും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് ടെസ്റ്റിംഗ് വിൻ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമ്മളിപ്പോൾ നമ്മൾ ഈ ബാക്ക് ടെസ്റ്റിംഗ് എളുപ്പമാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഒരു സെഷൻ ടൈം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ആ സെഷൻ ടൈം മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ICT കോൺസെപ്റ്റിൻ്റെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. അതിനകത്ത് കിൽ സോൺസ് മാർക്ക് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ വന്നിട്ട് ബേബി പിപ്സിൽ വന്നാൽ ഇവിടുത്തെ ഒരു മാർക്കറ്റ് അവർ പറയുന്നത് 12:30 മുതൽ 9:30 വരെയാണ്. ആ ടൈം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 12:30 മുതൽ 9:30 വരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാനിത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിനകത്ത് വരുന്ന ട്രേഡായിരിക്കും, ഈ ഒരു ടൈമിനകത്ത് വരുന്ന ട്രേഡായിരിക്കും ഞാൻ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും ഈ ഒരു ടൈമിനകത്തുള്ള ട്രേഡായിരിക്കും ഞാൻ നോക്കുന്നത്. അത് 3 ട്രേഡായിരിക്കും നോക്കുന്നത്. അപ്പം നമുക്ക് ബാക്ക് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ കഴിഞ്ഞ ഫ്രൈഡേ ആണ്. അതിൽ 12:30 മണി മുതൽ ഇതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് സിഗ്നൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രേഡും അതിനുശേഷം ലോങ് സിഗ്നൽ കാണാൻ പറ്റും, വീണ്ടും ഒരു ഷോർട്ട് സിഗ്നൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 ട്രേഡായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സിഗ്നൽ നോക്കുന്നില്ല. ഓക്കെ, അതിനുശേഷം പ്രോഫിറ്റബിൾ ട്രേഡൊക്കെ വരുന്നുണ്ടാവും. പക്ഷേ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടുത്തെ റൂൾ അവിടെ കഴിഞ്ഞു, നമ്മുടെ ലിമിറ്റ് കഴിഞ്ഞു, ആ ദിവസത്തെ ലിമിറ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഷോർട്ട് സിഗ്നൽ ഇവിടെ വന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എക്സൽ ഷീറ്റിൽ പോയിട്ട് മാർക്ക് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. നെക്സ്റ്റ് നമുക്ക് ഒരു ലോങ് ട്രേഡാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ട്രേഡ് ഫസ്റ്റ് TP ഹിറ്റ് ചെയ്തു. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ഈവൻ സ്റ്റോപ്പ് ലോസിലോട്ട് മാറ്റും. ശേഷം നമ്മൾ 1:2 എത്തിയ ടൈമിൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ട്രാറ്റജി മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഏകദേശം ട്രേഡ് ഹിറ്റ് അയക്കുന്നത് ഒരു 9 മിനിറ്റിനകത്ത് ഹിറ്റായിട്ടുണ്ട്.
ഈ ഒരു ട്രേഡ് നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. നിലവിൽ നമ്മളിപ്പോൾ $100 ഇവിടെ മേക്ക് ചെയ്തു. നമ്മളെ സ്ട്രാറ്റജി പ്രകാരം $100 ഇവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അത് മാർക്ക് ചെയ്യാം, 100 മാർക്ക് ചെയ്യാം. ശേഷം നെക്സ്റ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്തു. ടേക്ക് പ്രോഫിറ്റ് 1 ഹിറ്റായി. ശേഷം മാർക്കറ്റ് നമ്മുടെ റിവേഴ്സ് പോകുന്ന കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു അപ്പോൾ നമുക്ക് ഇവിടെ പക്ഷേ ലോസ് ഇല്ല, കാരണം നമ്മൾ ബ്രേക്ക് ഇല്ലായിരിക്കും ക്ലോസ് ആവുന്നത് ഇവിടെ. അപ്പോൾ 0 ആണ് ഇവിടുത്തെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസത്തെ ട്രേഡ് കഴിഞ്ഞു. ഇവിടെ നമ്മൾ 0 മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രേഡ് എന്ന് പ്രോഫിറ്റ് $50 ആണ്. ഓക്കെ, ആ ദിവസം പ്രോഫിറ്റായി. ഇങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ മെത്തേഡിലായിരിക്കും നമ്മൾ ഇനി വരുന്ന 99 ദിവസ ട്രേഡുകളും നോക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു 3 ട്രേഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബാക്ക് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നിലവിൽ പ്രോഫിറ്റിലാണ്, $1750 പ്രോഫിറ്റിലാണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് $5000 ക്യാപിറ്റൽ, അതേപോലെ 1% റിസ്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഗോൾഡിൻ്റെ ചാർട്ടിൽ 1 മിനിറ്റ് സ്കാൽപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം കമ്മീഷൻ എല്ലാം കൂടെ പോയിട്ട് ഒരു $950 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡേറ്റാസ് നമ്മൾ എക്സൽ ഷീറ്റിൽ ചെയ്ത ഡേറ്റാസ് എല്ലാം ഇവിടെ ചാറ്റ് GPTയിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ഡേറ്റ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഡേറ്റാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ട്രേഡ് ടോട്ടൽ 100 ട്രേഡാണ്. അതേപോലെ നമുക്ക് നമ്മുടെ വിന്നിങ് ട്രേഡ് എന്ന് പറയുന്നത് 100ൽ 29 വിന്നിങ്ങും അതേപോലെ ലോസിങ് 33 ലോസ് വന്നിട്ടുണ്ട്. അതേപോലെ 38 ബ്രേക്ക് ഈവൻ ട്രേഡ്സാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ 38 ട്രേഡ് 1:1 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് താഴോട്ട് വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ഈവൻ ട്രേഡ് ക്ലോസ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ $1250 നമ്മൾ ടോട്ടൽ മേക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ യൂസ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ $5000 നമ്മൾ 1% റിസ്ക് ചെയ്തിരിക്കുന്നത്. $50 റിസ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ 1:2 ആണ് റിസ്ക് റിവാർഡ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മളൊരു $50 റിസ്ക് ചെയ്തപ്പോൾ $100 നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ നമുക്ക് വിൻ റേറ്റ് എന്ന് പറയുന്നത് 29% വിൻ റേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, 29% വിൻ റേറ്റിൽ നമ്മൾ നിലവിൽ പ്രോഫിറ്റിലാണ്. 1:2 റിസ്ക് റിവാർഡിൽ നമ്മൾ പ്രോഫിറ്റിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നിലവിൽ പ്രോഫിറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 1.76 ആണ്. 1ന് മേളിലുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റിലാവുമെന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ 25% പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ നിന്നും മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വന്ന ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 45 ദിവസമാണ് നമുക്ക് ഈ ട്രേഡ് എടുക്കാനായിട്ട് വന്നിരിക്കുന്ന ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പേഴ്സണൽ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ സ്ട്രാറ്റജി വിന്നിങ് ആണോ അതേപോലെ ലോങ് ടൈമിൽ ലോസിങ് ആണോ എന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള സെറ്റപ്പ്, നമ്മുടെ കയ്യിലുള്ള സ്ട്രാറ്റജി പ്രോഫിറ്റബിൾ ആണോ അല്ലേ എന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ റിയൽ മണി ഡെമോ മണി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്യാം. അതിനുശേഷം റിയൽ മണിയിലോട്ട് വന്നിട്ട് ഇമോഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മുടെ ഇമോഷൻസ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് റിയൽ മണിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് വർക്കാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്യാം. ശേഷം നമുക്ക് റിയൽ ട്രേഡിംഗ് ആയിട്ടൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിയൽ മണി യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്ട്രാറ്റജി പ്രോഫിറ്റബിൾ ആണോ അല്ലെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു
മെത്തേഡാണ്, നമ്മുടെ പ്രോഫിറ്റബിലിറ്റി നോക്കുന്നൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ട്രേഡിങ്ങിൻ്റെ സ്ക്രിപ്റ്റ്, അതേപോലെ പൈൻ സ്ക്രിപ്റ്റ് ലാംഗ്വേജൊക്കെ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമുക്ക് സ്ട്രാറ്റജി ടെസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് സ്ട്രാറ്റജി വർക്കിംഗ് ആണെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് ആ ഒരു സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അതൊരു കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. അതെങ്ങനെയാണ് നമുക്കത് ആ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മുടെ കയ്യിലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്കതിനെങ്ങനെ ഒരു ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിലോട്ട് മാറ്റാം, അതിനൊരു കോഡ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ റിയൽ മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ട്രേഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മളൊരു ഓട്ടോമേറ്റഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് നിലവിൽ. അപ്പോൾ നമ്മൾ ഇതിനൊരു ഓട്ടോമേറ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ലോങ് സിഗ്നൽ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രേഡ് എടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കുറവായിരിക്കും. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ, ഇവിടെ ഒരു സിഗ്നൽ വന്നു, ഈ ഒരു ടൈം ഫ്രെയിമിനകത്തായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിനകത്ത് സിഗ്നൽ വരുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ ഓട്ടോമേഷൻ എനേബിൾ ചെയ്യും. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിനകത്തായിരിക്കും ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് സിഗ്നൽ ഇവിടെ പ്രിൻ്റ് ആവുന്ന അതേ ടൈമിൽ തന്നെ നമ്മുടെ ട്രേഡ് അവിടെ MT5 എക്സിക്യൂട്ട് ആവും. ശേഷം ആ ഒരു ട്രേഡിൻ്റെ കൂടെ തന്നെ സ്റ്റോപ്പ് ലോസ് ലെവലും ടേക്ക് പ്രോഫിറ്റ് ലെവലും എൻ്റർ ആവുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ലെവൽ എത്തുന്ന ടൈമിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ബ്രേക്കിങ്ങിലോട്ട് മാറ്റിയിട്ട് ബാക്കി മാർക്കറ്റ് മൂവ്മെൻറ്റിന് വിടും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു നിങ്ങളുടെ കയ്യിലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. അതേപോലെ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്ട്രാറ്റജി ഉള്ളതിനെ നമ്മൾ ഒരു ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചേക്കുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ നമ്മൾ അതിനൊരു ഇൻഡിക്കേറ്ററായിട്ട് കൺവേർട്ട് ചെയ്തു. ഇതൊരു സ്ട്രാറ്റജിയാണ്. ഇൻഡിക്കേറ്റർ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് കണക്ക് കൂട്ടേണ്ടത്. ഈ സ്ട്രാറ്റജീനെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 അഡീഷണൽ ടൂൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഓട്ടോമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കുറവായിരിക്കും. അതേപോലെ എക്സിക്യൂഷനൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഷോർട്ട് സിഗ്നൽ അല്ലെങ്കിൽ ലോങ് സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആലോചിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ഇതൊരു സ്കാൽപ്പിംഗ് ട്രേഡാണ്, ഫാസ്റ്റായിട്ടുള്ള എക്സിക്യൂഷൻ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഓട്ടോമേഷനാണ്. അപ്പോൾ ഓട്ടോമാറ്റായിട്ട് തന്നെ ഇതൊരു ട്രേഡൊക്കെ എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എൻട്രിയിൽ തന്നെ ചിലപ്പോൾ കറക്റ്റ് എൻട്രിയിൽ അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസത്തിൽ ചിലപ്പോൾ ഈ ഒരു സെക്കൻഡ് ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണോ, ഫസ്റ്റ് മൂവ്മെൻറ്റ് എങ്ങോട്ടാണോ അതനുസരിച്ചിട്ടുള്ള എൻട്രീസ് ആയിരിക്കും നമുക്ക് വരുന്നത്. എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഈ ഷോർട്ട് സിഗ്നൽ കാണിക്കുന്നത് ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിലായിരിക്കും. ശേഷം ഈ ഒരു ക്യാൻഡിലുണ്ടല്ലോ, ഈ ഒരു ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് ഈ ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എൻട്രി കിട്ടുന്ന ഈ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും. ഇനി അഥവാ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം സെക്കൻഡ് ക്യാൻഡിൽ താഴോട്ടാണ് മൂവ്മെൻറ്റ് ആദ്യം നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കും നമ്മുടെ എൻട്രി എക്സിക്യൂട്ട് ആവുന്നത്. ഈ ഒരു ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഓട്ടോമേഷൻ എൻട്രി വരുന്നത്. എന്നിരുന്നാലും നമ്മൾ മാനുവലി എടുക്കുന്ന ട്രേഡിനെ കാട്ടിയും എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു എൻട്രി വരുന്നത്. നല്ലൊരു എൻട്രി തന്നെ നമുക്കിവിടെ കിട്ടും. അതേപോലെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ടി വരില്ല. നമ്മൾ ട്രേഡ് എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മളെപ്പോഴും സ്ക്രീനിൻ്റെ മുമ്പിലുണ്ടാവും. നമ്മൾ ഓട്ടോമേഷൻ ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നില്ല. ഈ ഒരു എൻട്രി നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു സ്ക്രീനിൻ്റെ മുമ്പിലുണ്ടാവും. അപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ ആയിരിക്കും ഈ ഒരു ട്രേഡൊക്കെ എക്സിക്യൂട്ട് ആവുന്നത്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കും ആ ട്രേഡൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് മെത്തേഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും.